ചില വർക്കുകൾ കാര്യങ്ങളുണ്ടാവും. പോയി. Hi guys, this is day 3 posting videos for next 365 days and finally I got one follower, ബിജിൻ ബ്രോ. താങ്ക്സ് ബിജിൻ ബ്രോ. എന്നാണ് കൈതട്ടി ഫോളോ ചെയ്താണോ എന്നറിയില്ല, ബട്ട് അവർ ഫോളോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഇന്ന് വീഡിയോ ഇടാൻ എനിക്കൊരു മോട്ടിവേഷനായി. ഡേ 3 നമ്മളെ ടിപ്പ് എന്താ വെച്ചാൽ നോ യുവർ ലിമിറ്റ്. പണ്ട് കാരണന്മാർ പറഞ്ഞിട്ടില്ലേ, കൊക്കിലൊതുങ്ങുന്നത് കൊത്താമറിലൊന്നും സെയിം സാധനമാണ് ഇടിയും. ഇപ്പം നിങ്ങൾക്ക് പറ്റാത്ത, അതായത് നിങ്ങളെ സ്കില്ലിലും കുറച്ച് മുകളിലായിട്ടുള്ള ഒരു റെഫറൻസ് തന്നിട്ട് നിങ്ങളോട് ഇത് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ നമുക്ക് ചെയ്യാൻ പറ്റും. നല്ല സ്കില്ലിൽ നമ്മളെ സ്കില്ല് നമുക്ക് കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ നമ്മളെ പ്രശ്നം എന്താ, നമുക്ക് ടൈം വേണ്ടി വരും. പക്ഷേ ആ ക്ലയൻറ്റിന് ആ ടൈം ഇല്ലയെന്ന് വെച്ചോ, നമ്മൾ ആ വർക്ക് എടുക്കാണ്ട് വെക്കുക. ഇപ്പോൾ നമുക്ക് ഡെഡ് ലൈൻ ഇപ്പോൾ എന്തെങ്കിലും പറഞ്ഞ് അത് ക്ലയൻറ്റിനെ കൺവിൻസ് ചെയ്യുക. എന്താ, ഇപ്പം കുറച്ച് ടൈറ്റ് ഷെഡ്യൂളാണ്, ഇപ്പം എനിക്കത് ചെയ്യാൻ പറ്റില്ല, നിങ്ങൾ നെക്സ്റ്റ് ടൈം കോൺടാക്ട് ചെയ്യുക, നമുക്ക് കുറച്ചും കൂടി ബെറ്ററായി ചെയ്യാം. എന്നിട്ട് നമ്മൾ ആ വീഡിയോനെ പോലത്തെ ഒരു പഠിക്കുക, ചെയ്ത് പഠിക്കുക. അല്ലാണ്ട് ആദ്യം ഏറ്റെടുത്തിട്ട് ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ തീർന്നു. പിന്നെ ആ ക്ലയൻറ്റ് നമ്മൾ നോക്കണ്ട. അല്ലാണ്ട് ഞാൻ പറയുന്ന പോലെ കൺവിൻസ് ചെയ്ത് നെക്സ്റ്റ് വർക്ക് നമുക്ക് സെറ്റാക്കാന്നെല്ലാം പറയുമ്പം ഓക്കെ, അയാൾ വിചാരിക്കും ഭയങ്കര എന്തോ പണിയിലൊരുത്തനാണ്, ഇത് വിടാം. എന്നിട്ട് വേറെ ആളുണ്ടോ എന്ന് ചോദിക്കും. അപ്പോൾ നമുക്ക് ആരെങ്കിലും റെഫർ ചെയ്ത് ഒഴിവാക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാത്തുണ്ടെങ്കിൽ എന്നെ റെഫർ ചെയ്തോ, ഞാൻ ചെയ്തോളാം, നോ വറീസ്. ഇതാണ് പറയുന്നത് നോ യുവർ ലിമിറ്റ്. നമുക്ക് ചെയ്യാൻ പറ്റുന്നത് മാത്രം നമ്മൾ എടുക്കുക, അത്രയേ ഉള്ളൂ. ഇപ്പോൾ തന്നെ നമുക്ക് നല്ല രീതിയിൽ അധികം സ്ട്രെസ്സൊന്നും ഇല്ലാണ്ട് നമുക്ക് നല്ല രീതിയിൽ വീഡിയോ എഡിറ്റിങ്ങിൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. സോ കഴിയാത്ത പണിക്ക് നിൽക്കണ്ട. അതാണ് ഇന്നത്തെ ടിപ്പ്. അടുത്ത ടിപ്പ് നാളെ പറയാം, കാരണം എനിക്ക് 365 കാര്യങ്ങൾ പറയാനുണ്ട്. ബൈ ബൈ.